അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറെ പ്രിയം നിറഞ്ഞ അൺമാസ്കിംഗ് അനോമലീസിൻ്റെ പ്രേക്ഷകരെ, പ്രിയം നിറഞ്ഞ സുഹൃത്തുക്കളെ, ഈ ഒരു റമദാനിൽ ഒരു ചെറിയൊരു സീരീസിനെ നമ്മൾ തുടക്കം കുറിക്കുകയാണ്. വിശുദ്ധ ഖുർആനിലെ ചെറിയ ഖുർആനിക ശകലങ്ങളെടുത്ത് അതിനെ ചുറ്റിപ്പറ്റിയുള്ള ചില ചിന്തകളും അതിൻ്റെ വിശദീകരണങ്ങളും മറ്റും പങ്കുവയ്ക്കുക എന്നതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഏതായിരുന്നാലും അതിൻ്റെ ഒന്നാമത്തെ ഈ ഒരു വീഡിയോ നമുക്ക് ആരംഭിക്കാം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഇസ്ലാമിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും സുപ്രധാനമായ നാഴികക്കല്ലുകളിൽ ഒന്നായിരുന്നു മക്ക വിജയം എന്നുള്ളത്. ഒരുപാട് കാലം, കൃത്യമായി പറയുകയാണെങ്കിൽ 13 കൊല്ലത്തോളം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ ജീവിച്ചു. ആ ജീവിതം എങ്ങനെയുള്ളതായിരുന്നു എന്ന് ഇസ്ലാമിക ചരിത്രം വെറുതെ മറിച്ചു നോക്കിയവർക്ക് പോലും വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്നാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ഇസ്ലാം സ്വീകരിച്ച ആദ്യകാല വിശ്വാസികളെയും എന്തൊക്കെ തരം പീഡനങ്ങൾക്ക് വിധേയമാക്കാൻ കഴിയുമോ അതിനൊക്കെയും വിധേയമാക്കിയ ഒരുപാട് പരീക്ഷണങ്ങളുടെയും പീഡനങ്ങളുടെയും പ്രകോപനങ്ങളുടെയും പ്രലോഭനങ്ങളുടെയും ഒക്കെ ഒരു കാലഘട്ടമായിരുന്നു ആ മക്ക കാലഘട്ടം എന്ന് പറയുന്നത്. അതൊക്കെ കഴിഞ്ഞ് മദീനയിലേക്ക് പലായനം ചെയ്തു. ആദ്യം എത്യോപ്യയിലേക്ക് പലായനം ചെയ്തു, പിന്നെ മദീനയിലേക്ക് പലായനം ചെയ്തു. അത് കഴിഞ്ഞ് വിജയശ്രീലാളിതനായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലേക്ക്, തൻ്റെ ജന്മനാട്ടിലേക്ക്, തന്നെ ഉപദ്രവിച്ചവരുടെ ഇടയിലേക്ക്, തൻ്റെ അനുചരന്മാരെ കൊല്ലാക്കൊല ചെയ്ത ആളുകളുടെ മുമ്പിലേക്ക് എല്ലാവിധ അധികാരങ്ങളോടും കൂടി വന്ന ദിവസമായിരുന്നു മക്ക വിജയ ദിവസം. ഇസ്ലാമിക ചരിത്രത്തിൽ സുപ്രസിദ്ധമായ, ഒരു പക്ഷേ ചരിത്രത്തിലോ സാഹിത്യത്തിലോ നമുക്ക് കേട്ടുകേൾവിയില്ലാത്ത വിധം ഒരുപാട് പാഠങ്ങൾ മനുഷ്യർക്ക് നൽകുന്ന, മാനവരാശിക്ക് നൽകിയൊരു ദിവസം കൂടിയായിരുന്നു അത്. അന്നേ ദിവസം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തിയ സംസാരങ്ങൾ, പ്രത്യേകിച്ചും അന്നത്തെ ആളുകൾ, അറബികളായ ഖുറൈശികളായ ആളുകൾ, തങ്ങൾ ഉപദ്രവിച്ച, തങ്ങൾ നാട്ടിൽ നിന്ന് ആട്ടിപ്പുറത്താക്കിയ, പീഡിപ്പിച്ച ജനസമൂഹമാണ്, ആ പ്രവാചകനാണ്, തങ്ങളുടെ തന്നെ ഗോത്രത്തിലുള്ള ബന്ധുവായ, തങ്ങൾക്കൊക്കെ അറിയാമായിരുന്ന, അത്രയേറെ ഇഷ്ടമുണ്ടായിരുന്ന, എന്നിട്ടും തങ്ങൾ ഉപദ്രവിച്ച മനുഷ്യനാണ് തങ്ങളുടെ മേൽ അധികാരം നേടി, വിജയം നേടി ഇപ്പോൾ മക്കയിൽ കഅബയുടെ മുന്നിൽ നിൽക്കുന്നത്. അന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ സംസാരങ്ങൾ അറബികൾ, വിശേഷ ഖുറൈശികൾ വളരെ കാതുകൂർപ്പിച്ചു കേട്ടു. കാരണം ഒരുപക്ഷെ എന്തും അവരുടെ വിഷയത്തിൽ വിധിക്കാൻ അധികാരമുള്ള ആളായിട്ടാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ അന്ന് നിൽക്കുന്നത്. എന്തായിരിക്കും തങ്ങളുടെ വിധി? തങ്ങളുടെ മേൽ പ്രതികാര നടപടി സ്വീകരിക്കുമോ? അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കൊക്കെയും മാപ്പ് കൊടുത്തു. അന്ന് കഅബയുടെ മുന്നിൽ നിന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രഖ്യാപിച്ച കാര്യങ്ങൾ ഹദീസുകളിൽ വിശദമായി ഉദ്ധരിക്കപ്പെട്ടത് നമുക്ക് കാണാം. അല്ലയോ ജനങ്ങളെ എന്ന് വിളിച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് പറഞ്ഞു, ഇന്നല്ലാഹ ഖദ് അദ്ഹബ അൻകും ഉബ്ബിയത്തൽ ജാഹിലിയ്യ. ഇസ്ലാമിന് മുൻപുണ്ടായിരുന്ന, ഇസ്ലാമിക പൂർവ്വ കാലഘട്ടത്തിലുണ്ടായിരുന്ന അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അതുപോലെ തന്നെ എല്ലാവിധ മ്ലേച്ഛവൃത്തികളും നിറഞ്ഞ ജാഹിലിയത്തിൻ്റെ, അന്ധകാരത്തിൻ്റെ, അവിവേകത്തിൻ്റെ, അജ്ഞതയുടെ ആ കാലഘട്ടത്തിലെ എല്ലാ ദുരഭിമാനങ്ങളും, അന്ന് ആളുകൾ അഭിമാനമായി കണ്ടിരുന്ന എല്ലാം ഇതാ നിങ്ങളിൽ നിന്ന് അള്ളാഹു നീക്കിക്കളഞ്ഞിരിക്കുന്നു. പ്രത്യേകിച്ച് മനുഷ്യർ ദുരഭിമാനം നടിക്കുക, ആദുമഹാബി അബഇഹ, പിതാക്കന്മാരുടെ പേരിൽ അല്ലെങ്കിൽ ഗോത്രത്തിൻ്റെ പേരിൽ, പാരമ്പര്യത്തിൻ്റെ പേരിലൊക്കെ വലിയ പെരുമ നടിക്കുക, ഇതിനൊക്കെ അള്ളാഹു ഇതാ അസാധുവാക്കിയിരിക്കുന്നു. ഇനി മുതൽ മനുഷ്യർ എന്ന് പറഞ്ഞാൽ ഫന്നാസു റജുലാൻ, മനുഷ്യർ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഇന്നൊരു വിഭാഗം അല്ലെങ്കിൽ മറ്റൊരു വിഭാഗം, 2 വിഭാഗങ്ങളായി മനുഷ്യർ മാറിയിരിക്കുന്നു. ഏത് മനുഷ്യരായിരുന്നാലും ബിർറുൻ തഖിയുൻ, സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന, നല്ല സ്വഭാവമുള്ള, നല്ല കാര്യങ്ങളിൽ ഏർപ്പെടുന്ന, നല്ലവനായ, ദൈവത്തെ സൂക്ഷിച്ച് ജീവിക്കുന്ന ഒരു വിശ്വാസി. കരീമുൻ അലല്ലാഹ്, അവനാണ് ദൈവത്തിൻ്റെ അടുക്കൽ ആദരിക്കപ്പെട്ടവനും ബഹുമാനിക്കപ്പെടുന്നവനും. രണ്ടാമത്തെ വിഭാഗം വഫാജിറുൻ ഷഖിയുൻ ഹയ്യിനുൻ അലല്ലാഹ്, ദുർമാർഗിയായി നടക്കുന്ന, എല്ലാ തിന്മകളിലും മ്ലേച്ഛവൃത്തികളിലും ഏർപ്പെടുന്ന, ദൗർഭാഗ്യവാനായ, ദൈവത്തിൻ്റെ മുമ്പിൽ യാതൊരു വിലയുമില്ലാത്ത നിസാരനായ ആണ്. അഥവാ അള്ളാഹുവിൻ്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് മനുഷ്യർക്ക് വളരെ വലിയൊരു പാഠമായിരുന്നു അന്ന് പകർന്നു നൽകിയത്. മനുഷ്യൻ എന്താണ് എന്ന്, മനുഷ്യന്മാർക്കിടയിലെ വൈജാത്യങ്ങളും അതുപോലെ തന്നെ ഉച്ചനീചത്വങ്ങളെയും കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങളിൽ ഒന്നാണിത്. പിന്നെയും പ്രവാചകൻ തുടർന്നു, വന്നാസു ബനു ആദം, മനുഷ്യരൊക്കെയും ആദമിൻ്റെ സന്തതികളാണ്. ആദം ആകട്ടെ അള്ളാഹു മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചതുമാണ്. എന്നിട്ട് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹുജുറാത്ത് എന്ന് പറയുന്ന അധ്യായത്തിലെ വചനം, അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്തു. ഒരു പക്ഷേ നമ്മൾ ഇസ്ലാമിൻ്റെ മനുഷ്യർക്കിടയിലെ ഉച്ചനീചത്വങ്ങളെ വിഭാടനം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ കേട്ട വചനമാണത്. യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് തുടങ്ങുന്ന ആ വചനം അള്ളാഹു തുടരുന്നു, ഇന്നാ ഖലഖ്നാകും മിൻ ദക്കരിൻ വ ഉൻസ,
നിങ്ങളെ നാം സൃഷ്ടിച്ചത് ഒരു ആണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ്. വജാൽനാക്കും ശുഊബൻ വ ഖബാഇല ലിതആറഫു, നിങ്ങളെ വ്യത്യസ്തങ്ങളായ ഗോത്രങ്ങളും സമൂഹങ്ങളും വ്യത്യസ്തങ്ങളായ നാഗരികതകളും സംസ്കാരങ്ങളും വ്യത്യസ്തങ്ങളായ വംശങ്ങളും ഒക്കെയാക്കി നാം ആക്കിയിട്ടുള്ളത്. അങ്ങനെ ഒരു സംവിധാനം ഈ ലോകത്തുണ്ടായത് ലിതആറഫു, പരസ്പരം മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ്, തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടാണ്. ദൈവത്തിന്റെ അടുക്കൽ, അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ആദരണീയൻ ആരാണ്? ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങളിൽ ഏറ്റവും കൂടുതൽ ദൈവഭയമുള്ളവനാരോ, ദൈവത്തിന്റെ കൽപ്പനകൾ ജീവിതത്തിൽ സൂക്ഷിച്ചു പാലിച്ച് ജീവിക്കുന്നവനാരോ, നന്മയെ മനസ്സിലാക്കി അത് ചെയ്യുകയും തിന്മയെ മനസ്സിലാക്കി അതിൽ നിന്ന് വിട്ടു നിൽക്കുകയും ദൈവിക കൽപ്പനകൾ ജീവിതത്തിൽ പുലർത്തുകയും ചെയ്യുന്നവനാരാണോ അവനാണ് ദൈവത്തിന്റെ അടുക്കൽ ഉന്നതൻ. ഇന്നല്ലാഹ അലീമുൻ ഖബീർ, തീർച്ചയായും അള്ളാഹു എല്ലാം കാണുന്നവനും സൂക്ഷ്മമായി എല്ലാ കാര്യങ്ങളെയും അറിയുന്നവനുമാണ്. ഈ ഒരു വചനം ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും ഒരു പക്ഷേ ചരിത്രത്തിൽ തുല്യതയില്ലാത്തൊരു വചനം തന്നെയാണ്. അന്നത്തെ ഗോത്രീയവും വംശീയവുമായ പാരമ്പര്യങ്ങളിൽ ദുരഭിമാനം നടിച്ചിരുന്ന, അതിൻ്റെ പേരിൽ മറ്റുള്ളവരെ നിസ്സാരരായി കണ്ടിരുന്ന, ഒരു സ്വയം തങ്ങളുടെ മേലൊരു താൻപോരിമ നടിച്ച് അങ്ങനെ അഹങ്കാരത്തോടു കൂടി ജീവിച്ചിരുന്ന അന്നത്തെ ഖുറൈശികളെ സംബന്ധിച്ചിടത്തോളം, അറബികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റൊരു വെള്ളിടി പോലെയായിരുന്നു ഈ ഒരു വചനം എന്ന് പറയുന്നത്. അവർക്കത് ചിന്തിക്കാൻ കഴിയുമായിരുന്നില്ല. മനുഷ്യരൊക്കെ സമത്വ സുന്ദരമായി ജീവിക്കുന്ന, എല്ലാവരും ഒരുപോലെ എന്ന് പറയുന്നൊരു ലോകവീക്ഷണം അവർക്ക് പരിചയമുണ്ടായിരുന്നില്ല. സ്വയം അവരെക്കുറിച്ച് അവർ ഒരുപാട് അഭിമാനബോധവും ദുരഭിമാനവും ഒക്കെ പാരമ്പര്യവും ഒക്കെ വെച്ച് പുലർത്തിയിരുന്ന ആളുകളായിരുന്നല്ലോ അവർ. പക്ഷേ ഇസ്ലാം വന്നതോടുകൂടി അതൊക്കെയും വിഭാടനം ചെയ്തു. മനുഷ്യരൊക്കെയും ദൈവത്തിന്റെ മുന്നിൽ സൃഷ്ടികൾ എന്ന നിലയ്ക്ക് എല്ലാവരും തുല്യരാണ് എന്ന് ഇസ്ലാം പഠിപ്പിച്ചു. എല്ലാവർക്കും ഒരേ നീതി. ദൈവത്തിന്റെ അടുക്കൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നത് ആ ദൈവത്തിന്റെ കൽപ്പനകൾ എത്ര കണ്ട് ജീവിതത്തിൽ പുലർത്തുന്നില്ല എന്നതിനനുസരിച്ച് മാത്രമാണ് എന്ന് ഇസ്ലാം പഠിപ്പിച്ചു. വിശുദ്ധ ഖുർആനിൽ മറ്റൊരിടത്ത് സൂറത്തുർ റൂമിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുന്നത് കാണാം. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ അതിനെക്കുറിച്ച് ഇങ്ങനെ സൂചിപ്പിച്ചു വരുന്നിടത്ത് ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ എണ്ണി പറഞ്ഞു. അതിൽപ്പെട്ടതാണ് വഖ്തിലാഫു അൽസിനത്തിക്കും അൽവാനിക്കും, നിങ്ങളുടെ വ്യത്യസ്തങ്ങളായ ഭാഷകൾ, അൽസിനത്തുകൾ നിങ്ങളുടെ വ്യത്യസ്തങ്ങളായ ഭാഷകൾ, അൽവാനിക്കും വ്യത്യസ്തങ്ങളായ നിറങ്ങൾ മനുഷ്യർക്കുണ്ടാകുന്നത്. ഇതൊന്നും മനുഷ്യർക്കിടയിൽ മറ്റുള്ളവർക്ക് എന്തെങ്കിലും പ്രാധാന്യം കൽപ്പിക്കാനോ അല്ലെങ്കിൽ ഇന്ന ചില ആളുകൾ അവർക്ക് അധമത്വം കൽപ്പിക്കാനോ ഒന്നുമുള്ള മാനദണ്ഡങ്ങളല്ല. നേരെ മറിച്ച് അതൊക്കെയും ദൈവത്തിന്റെ ദൃഷ്ടാന്തങ്ങളാണ് എന്ന് ഇസ്ലാം പഠിപ്പിക്കുകയാണ് ചെയ്തത്. അറിവുള്ള ആളുകൾക്ക് ഇന്ന ഫീ ദാലികൽ ആയാത്ത്, അതിലൊക്കെയും ദൃഷ്ടാന്തങ്ങളുണ്ട്. ചിന്തിക്കുന്നവർക്ക്, മനസ്സിലാക്കുന്നവർക്ക്, അറിവുള്ളവർക്ക് അതിൽ ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയും എന്ന് ആ ആയത്ത് അവസാനിപ്പിക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വെക്കുകയും ചെയ്തു. നമുക്കിനിയും വീണ്ടും മക്ക വിജയ ദിവസത്തിലേക്ക് തന്നെ ഒന്ന് പോകാം. അന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ന് കഅബയിൽ പ്രവേശിക്കുകയും ജനങ്ങളോട് സംസാരിക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷം അന്നേ ദിവസം ഉച്ചയ്ക്ക് മധ്യാഹ്ന സമയം കഴിഞ്ഞ് ളുഹർ നമസ്കാരത്തിനുള്ള സമയമായപ്പോൾ ബാങ്ക് വിളിക്കാൻ ആവശ്യപ്പെട്ടു. ആരോട്? മക്കയിൽ ആളുകൾ പീഡിപ്പിച്ചിരുന്ന, മക്കയിലെ ഗോത്ര നേതാക്കന്മാർ വെറുപ്പോടെ കണ്ടിരുന്ന, കഴുത്തിൽ കയറിട്ട് അങ്ങാടി പിള്ളേർക്ക് കളിക്കാൻ കൊടുത്തിരുന്ന, നിസാരരായി കണ്ടിരുന്ന റബാഹിന്റെ മകൻ ബിലാൽ എന്ന് പറയുന്ന കറുത്ത എത്യോപ്യൻ അടിമയായ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിയായിരുന്ന ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് കഅബ എന്ന ദൈവിക ഭവനത്തിന് മുകളിൽ കയറി ബാങ്ക് കൊടുക്കാൻ പറഞ്ഞു. അത് സത്യം പറഞ്ഞാൽ ഈ ഒരു പ്രഖ്യാപനം കഴിഞ്ഞു, അതുപോലെ തന്നെ ബാങ്ക് കൊടുക്കാൻ ബിലാൽ റളിയല്ലാഹു അൻഹു പറയുന്ന ഈ ഒരു സന്ദർഭം അതൊക്കെ ഈ ചരിത്രത്തിൽ കൃത്യമായി ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അത് അന്നത്തെ അതുവരെയും മുസ്ലിം അല്ലാതിരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ അത്ഭുതം ഉളവാക്കുന്നൊരു സംഗതിയായിരുന്നു. ബിലാൽ തങ്ങൾ ഇതുവരെയും അധസ്ഥിതരായി കണ്ടിരുന്ന, അടിമകളായി കണ്ടിരുന്ന, എന്തും കൽപ്പിക്കാമെന്ന് വിചാരിച്ചിരുന്ന, എന്തും ഏത് രൂപത്തിലും അവരോട് പെരുമാറാമെന്ന് വിചാരിച്ചിരുന്ന, ഒരിക്കലും തങ്ങളോട് തുല്യമാവില്ല എന്ന് കരുതിയിരുന്ന റബാഹിന്റെ മകൻ ബിലാലിനെ പോലെയുള്ള ആളുകൾ ഇതാ ഏറ്റവും ആദരണീയരായ സ്ഥാനങ്ങളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കുന്നു. അന്ന് ബിലാൽ റളിയല്ലാഹു അൻഹു കഅബയുടെ മുകളിൽ കയറി ബാങ്ക് വിളിച്ചു. ആ ബാങ്ക് കേട്ടുകൊണ്ടിരുന്ന സന്ദർഭം ചരിത്രത്തിൽ കാണാം. അന്ന് കഅബയുടെ ചുറ്റിലും ഇരുന്നിരുന്ന മുസ്ലിം അല്ലാത്ത, അതുവരെയും മുസ്ലിം ആകാത്ത ചില ആളുകളുണ്ടായിരുന്നു. മക്കയിലെ പ്രധാനികളായ, പേരെടുത്തു പറയാവുന്ന മക്കയിലെ പ്രധാനികളിൽപ്പെട്ട ചില ആളുകൾ. അതിലൊന്ന് കുറച്ചു മുമ്പ് മാത്രം മുസ്ലിമായ അബൂ സുഫിയാൻ ഉണ്ടായിരുന്നു. അന്ന് വരെയും ഇസ്ലാമിന്റെ ബദ്ധവൈരിയായി ജീവിച്ചിരുന്നയാളാണ് അബൂ സുഫിയാൻ. അതുപോലെ അത്താബ് ഇബ്നു ഉസൈ, ഹാരിസ് ഇബ്നു ഹിഷാം, ഈ മൂന്നാളുകൾ ഇങ്ങനെ കഅബയുടെ ചാരത്ത് പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ഈ ബാങ്ക് കേൾക്കുന്നത്. അപ്പോൾ അത്താബ് ഇബ്നു ഉസൈദ് എന്ന മനുഷ്യൻ ഒരു ജാഹിലിയ കാലത്തിന്റെ പ്രതിനിധിയായി ഇതുവരെയും ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടില്ലാത്ത, ജാഹിലിയത്തിന്റെ എല്ലാ ദുരഭിമാനവും തൻ്റെ മനസ്സിലുള്ള ആ മനുഷ്യൻ പരസ്പരം ഈ കൂട്ടത്തിൽ ഇരുന്നുകൊണ്ട് പറയുന്നത് ചരിത്രത്തിൽ ഉദ്ധരിക്കപ്പെട്ടത് കാണാം. എൻ്റെ ഉപ്പ ഉസൈദിനെ ദൈവം അനുഗ്രഹിച്ചിരിക്കുന്നു. കാരണം ഈ
ഒരു കാര്യം കാണാൻ അദ്ദേഹം ഇതൊക്കെ കേൾക്കാൻ, ഇത്രമാത്രം അധപ്പതിച്ചു പോയ ഈ ഒരു കാര്യം കേൾക്കാനും ഈ ശബ്ദം കേൾക്കാനും അദ്ദേഹം ഇല്ലല്ലോ. ഒരു പക്ഷെ അദ്ദേഹം അതിനു മുൻപ് മരണപ്പെട്ടു പോയിരിക്കാം. അപ്പോൾ അതിൽ നിന്ന് ദൈവം എൻ്റെ പിതാവിനെ ആദരിച്ചിരിക്കുന്നു, ഇതൊന്നും കാണാൻ എൻ്റെ പിതാവ് ഉണ്ടായില്ലല്ലോ എന്ന് പറഞ്ഞ് ആശ്വസിക്കുന്ന, അതിൽ മേൽ വേദനിക്കുന്ന, അത്രമാത്രം അടിമകളോടും മറ്റുള്ള മനുഷ്യരോടും മനസ്സിൽ അത്രമാത്രം നീചമായ വിചാരങ്ങൾ വെച്ച് പുലർത്തുന്ന ആളുകളുടെ ചരിത്രം ഈ മക്ക വിജയ ദിവസത്തിലും നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. ഇങ്ങനെ നമ്മൾ അന്നത്തെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാലും ഇസ്ലാം ഇന്ന അക്രമക്കും ഇന്ദല്ലാഹി അത്ഖാക്കും എന്ന് പറഞ്ഞതിന് പിന്നിൽ എത്രമാത്രം വലിയൊരു വിപ്ലവമായിരുന്നു അതുകൊണ്ട് മാനവരാശിയിൽ സംഭവിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. അന്നത്തെ അറബികളെ സംബന്ധിച്ചിടത്തോളം കാബ എന്ന ദൈവിക ഭവനത്തിന് ചുറ്റും അന്നുണ്ടായിരുന്ന ഖുറൈശികളെ, പാരാവരം പോലെ തടിച്ചുകൂടിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സിലുണ്ടായിരുന്ന ജാഹിലിയത്തിൻ്റെ, അജ്ഞാനകാലത്തെ, അതുപോലെ തന്നെ ഗോത്രീയവും വംശീയവുമായ കുടിപ്പകകളുടെ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനുഷ്യരെ വിവിധ ജാതികളും അല്ലെങ്കിൽ അടിമയെന്നും ഉടമയെന്നും അതുപോലെ തന്നെ ഉന്നതനെന്നും അധസ്ഥിതനെന്നും എന്നൊക്കെ പറഞ്ഞ ആളുകൾ വേർതിരിച്ചിരുന്ന, അതിൻ്റെ അടിസ്ഥാനത്തിൽ ആളുകൾക്ക് പലതരത്തിലുള്ള പ്രാമുഖ്യം നൽകുകയും ചില ആളുകൾ നിസാരരായി പുറംകാല കൊണ്ട് തട്ടിയെറിയുകയും ചെയ്തിരുന്ന ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സിലുണ്ടായിരുന്ന ഇത്തരം ചിന്തകളുടെ ബിംബങ്ങളെ കൂടിയാണ് ഇസ്ലാം അന്ന്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് തകർത്തെറിഞ്ഞത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇസ്ലാം എപ്പോഴും മനുഷ്യർക്കിടയിലെ ഇത്തരം വൈജാത്യങ്ങൾ ഉണ്ടാകുന്നതിന് ഇസ്ലാം അംഗീകരിക്കുന്നില്ല എന്നത് തന്നെയാണ് ഇസ്ലാമിക പ്രമാണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ദൈവത്തിൻ്റെ അടുക്കൽ, അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ഉത്തമൻ, ഏറ്റവും നല്ല കർമ്മങ്ങൾ ചെയ്യുന്ന, ദൈവത്തിന് ഏറ്റവും കൂടുതൽ ദൈവത്തിൻ്റെ കൽപ്പനകൾ ജീവിതത്തിൽ പുലർത്തുന്ന, നല്ല ശരിയായ ആദർശം, ശരിയായ വിശ്വാസം വെച്ച് പുലർത്തുന്ന ആൾ തന്നെയാണ് എന്ന് ചുരുക്കം. ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിക്കുന്നത് കാണാം, ഇന്നല്ലാഹ തആല ലാ യൻദുറു ഇലാ സുവരിക്കും വ അംവാലിക്കും. നിങ്ങളുടെ കെട്ടും മട്ടിലേക്കും അതുപോലെ തന്നെ നിങ്ങളുടെ വസ്ത്രങ്ങളിലേക്കും നിങ്ങളുടെ പുറമോടിയിലേക്കും നിങ്ങളുടെ സമ്പത്തിലേക്കും ഇതൊന്നുമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കുന്നത്. നേരെ മറിച്ച് വലാക്കിൻ ഇന്നമാ യൻദുറു ഇലാ ഖുലൂബിക്കും വ അഹ്മാലിക്കും. നിങ്ങളുടെ ഹൃദയങ്ങളിൽ എന്താണുള്ളത്, എന്താണ് നിങ്ങളുടെ കർമ്മങ്ങൾ, അത് സൽക്കർമ്മങ്ങളാണോ അതല്ല ദുഷ്കർമ്മങ്ങളാണോ, ഇതാണ് ദൈവത്തിൻ്റെ അടുക്കൽ പരിഗണനീയം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് കാണാം. ഒട്ടനേകം സന്ദർഭങ്ങളിൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനെ പല രൂപത്തിൽ സ്വഹാബിമാർക്ക്, മാനവരാശിക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. പാരമ്പര്യത്തിൻ്റെ പേരിൽ, അല്ലെങ്കിൽ ജനിച്ച സ്ഥലത്തിൻ്റെ പേരിൽ, ജനിച്ച ഗോത്രത്തിൻ്റെയോ വംശത്തിൻ്റെയോ നിറത്തിൻ്റെയോ ഒക്കെ പേരിൽ മനുഷ്യൻ എന്തെങ്കിലും ഒരു താൻ പോരിമ, ഒരു അഹങ്കാരം, ഒരു അഹംബോധം ഉണ്ടെങ്കിൽ അതൊന്നും ഇസ്ലാമിൽ പറ്റില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പല നിലയിൽ ഒരുപാട് സന്ദർഭങ്ങളിൽ സൂചിപ്പിച്ചത് കാണാം. അതിൽപ്പെട്ട മറ്റൊരു സംഭവം കൂടിയാണ് ഹജ്ജത്തുൽ വദാ. മക്ക വിജയ ദിവസം പോലെ തന്നെ ഇസ്ലാമിലെ നിർണായകമായ മറ്റൊരു ദിവസമായിരുന്നു ഹജ്ജത്തുൽ വദാ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് വരുന്ന ആളുകളുടെ മുന്നിൽ ഒരുപക്ഷെ ലോക ചരിത്രത്തിൽ തുല്യതയില്ലാത്ത വിധം മനുഷ്യനെക്കുറിച്ചും മനുഷ്യന്റെ കടമകളെക്കുറിച്ചും ബാധ്യതകളെക്കുറിച്ചും മനുഷ്യന്റെ അഭിമാനത്തെക്കുറിച്ചും അതിൻ്റെ പവിത്രതയെക്കുറിച്ചും ഒക്കെ, സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും കടമകളും അവരോടുള്ള ബാധ്യതകളും ഉത്തരവാദിത്തങ്ങളും എല്ലാം സൂചിപ്പിച്ച വളരെ സുദീർഘമായ പ്രസംഗങ്ങളൊക്കെ നടന്ന സന്ദർഭമാണ് ഹജ്ജത്തുൽ വദാ എന്ന് പറയുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നടന്ന ആദ്യത്തെയും അവസാനത്തെയും വരുന്ന ഹജ്ജ്. അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമായി പ്രഖ്യാപിക്കുന്നത് കാണാം, അല ലാ ഫദ്ല ലി അറബിയ്യിൻ അല അജമി. നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ അറിയണം ജനങ്ങളെ, ഒരു അറബിക്ക് അനറബിയേക്കാൾ എന്തെങ്കിലും ഒരു ശ്രേഷ്ഠത, ഒരു ഫദ്ൽ, ഒരു മഹത്വമോ ശ്രേഷ്ഠതയോ ഇല്ല. വലാ ലി അജമിയ്യിൻ അല അറബി. അനറബിക്കും അങ്ങനെ തന്നെ ഒരു അറബിയേക്കാളും എന്തെങ്കിലും ശ്രേഷ്ഠതയോ എന്തെങ്കിലും ഒരു മഹത്വമോ ഇല്ല. വലാലി അഹ്മർ അല അസ്വദ് വലാലി അസ്വദ് അല അഹ്മർ. വെളുത്തവന് കറുത്തവനേക്കാളുമോ അല്ലെങ്കിൽ കറുത്തവന് വെളുത്തവനേക്കാളുമോ ഏതെങ്കിലും ഒരു മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ അവന് നിറം ഇന്നതായി എന്നതുകൊണ്ട് എന്തെങ്കിലും ഒരു മേന്മയില്ല, അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ എന്തെങ്കിലും ഒരു നിസാരതയും അവന് ഉണ്ടാകേണ്ടതില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇല്ലാ ബിത്തഖ്വ, തഖ്വയുടെ അടിസ്ഥാനത്തിലല്ലാതെ. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. തീർച്ചയായും ദൈവത്തിൻ്റെ അടുക്കൽ ഏറ്റവും ആദരണീയർ, ബഹുമാനിക്കപ്പെടുന്നവർ, ദൈവഭയം ഏറ്റവും കൂടുതൽ ഉള്ളവരാണ്, ഏറ്റവും കൂടുതൽ തഖ്വ ജീവിതത്തിൽ പാലിക്കുന്നവരാണ് എന്ന് നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെ ഇന്നും ലോകമെമ്പാടുമുള്ള മുസ്ലിം പള്ളികളിൽ, മസ്ജിദുകളിൽ, വിശുദ്ധ ഹറമുകളിലൊക്കെ എല്ലാ വിഭാഗം ആളുകളും ഒരു വരിയിൽ കാല് തോളോട് തോൾ ചേർന്ന് കാല് ചേർത്ത് വെച്ച് ഒരുമിച്ച് ഒരേ വരിയിൽ യാതൊരുവിധ ഉച്ചനീചത്വങ്ങളും ഇല്ലാതെ നിൽക്കുന്നത്. രാജാവും പ്രജയും, സമ്പന്നനും ദരിദ്രനും, ഏത് നിറത്തിലുള്ളയാളും, ഏത് രാജ്യത്ത് ജനിച്ചയാളും, ഏത് സംസ്കാരത്തിൽ നിന്ന് വന്നയാളും എല്ലാവരും ഒരേ വരിയിൽ നിന്നുകൊണ്ട് നിസ്കാരം നിർവഹിക്കുന്ന സുന്ദരമായ കാഴ്ച നമുക്കിന്ന് ലോകമെമ്പാടുമുള്ള മുസ്ലിം പള്ളികളിൽ കാണാൻ സാധിക്കുന്നത് അതുകൊണ്ടാണ്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരനായിരുന്ന അബൂദർ എന്ന് പറയുന്ന സ്വഹാബി, അദ്ദേഹം നാം നേരത്തെ സൂചിപ്പിച്ച ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ കറുത്തവനുടെ മകനെ എന്ന് വിളിച്ച സന്ദർഭം പ്രവാചക ജീവിതകാലത്ത് ഉണ്ടായിട്ടുണ്ട്.
ഒരു തർക്കമുണ്ടായി. ആ സമയത്ത് ദേഷ്യം കൊണ്ട് അദ്ദേഹം ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ അപമാനിക്കാൻ വേണ്ടി കറുത്തവരുടെ മകനെ എന്ന് വിളിച്ചു. ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിഞ്ഞു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂദറിനെ വിളിച്ചു. എന്നിട്ട് അബൂദറിനോട് പറഞ്ഞു, അയ്യർതഹു ബി ഉമ്മി, അബൂദർ, നീ അവനെ ഉമ്മയുടെ പേര് പറഞ്ഞു, മാതാവിൻ്റെ പേര് പറഞ്ഞു, മാതാവിനെ ചേർത്ത് നീ അവനെ അപമാനിച്ചോ, ബിലാലിനെ അപമാനിച്ചോ? എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, ഇന്നക ഇംറുഉൻ ഫീക ജാഹിലിയ്യ, അബൂദർ അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ പ്രമുഖരായ സ്വഹാബിമാരിൽ ഒരാളാണ്, മുസ്ലിമാണ്, ഇസ്ലാമിലേക്ക് കടന്നു വന്നെങ്കിലും അബൂദർ ഇപ്പോഴും നിന്നിൽ ആ പഴയകാല അവിവേകത്തിന്റെ, മ്ലേച്ഛതകളുടെ, അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നിറ ജാഹിലീയത്തിന്റെ അംശങ്ങൾ നിന്നിൽ ഇപ്പോഴും ശേഷിക്കുന്നു എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂദർ റളിയല്ലാഹു അൻഹുവിനോട് തൻ്റെ അനുചരനോട് പറഞ്ഞ് പഠിപ്പിച്ച് തിരുത്തി കൊടുത്തത്. അപ്പോൾ ഇസ്ലാം പറയുന്ന ഈ ഒരു മനുഷ്യന്മാർ തമ്മിലുള്ള ഈ ഒരു തുല്യതയും സമത്വവും നീതിയും ഒക്കെ നമുക്ക് ശരിക്കും മനസ്സിലാക്കി തരുന്ന വചനമാണ് സൂറത്തുൽ ഹുജറാത്തിലെ ഈ ഒരു വചനം, ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. റമദാൻ മാസത്തിലാണ് നമ്മൾ ഉള്ളത് എന്നതുകൊണ്ട് എന്താണ് തഖ്വ എന്നതുകൂടി നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടതുണ്ട്. ദൈവത്തിൻ്റെ അടുക്കൽ, അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ബഹുമാനിക്കപ്പെടുന്നവരും ആദരിക്കപ്പെടുന്നവരും മനുഷ്യർ തമ്മിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നത് തഖ്വയുടെ അടിസ്ഥാനത്തിലാണല്ലോ. തഖ്വ എന്ന് പറഞ്ഞാൽ ഏറ്റവും ചുരുക്കത്തിൽ ഇസ്ലാമിക പണ്ഡിതന്മാരുടെ ഭാഷയിൽ ദൈവിക കൽപ്പനകൾ അനുസരിക്കുക, ദൈവം വിരോധിച്ച കാര്യങ്ങൾ, അള്ളാഹു വിരോധിച്ച വിലക്കിയ കാര്യങ്ങൾ ജീവിതത്തിൽ ഒഴിവാക്കുക. അതാണ് ഏറ്റവും ചുരുക്കത്തിൽ തഖ്വ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് ഹൃദയത്തിലുണ്ടാകുക, സ്വാഭാവികമായും അത് ഹൃദയത്തിൽ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ കർമ്മങ്ങളിൽ അത് പ്രതിഫലിക്കും. തൻ്റെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും ആ ഒരു സൂക്ഷ്മതയും ദൈവഭയവും ഉണ്ടാകാൻ ഒരു ശരിയായ വിശ്വാസി, ശരിയായ മുസ്ലിം അതിനുവേണ്ടി പരിശ്രമിക്കുകയും അത് കാത്തു സൂക്ഷിക്കാൻ വേണ്ടി അങ്ങേയറ്റം എല്ലാ വിധത്തിലുമുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്യും. വിശേഷ റമദാനിലാകുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ റമദാനിന്റെ നോമ്പിനെ കുറിച്ച് സൂചിപ്പിച്ചപ്പോൾ പറഞ്ഞത് കാണാം. നോമ്പ് എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ചില ആളുകളൊക്കെ മനസ്സിലാക്കുന്നത് പോലെ കുറച്ച് സമയം പട്ടിണി കിടക്കുക, കുറച്ച് സമയം ദാഹം സഹിക്കുക, അങ്ങനെ അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കുക, ഇതായിട്ട് പൊതുവെ ആളുകൾ മനസ്സിലാക്കാറുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂചിപ്പിച്ചല്ലോ, മല്ലം യദ ഖൗല സൂർ വൽ അമല ബിഹി വൽ ജഹൽ, ഇതുവരെ തൻ്റെ ജീവിതത്തിലുണ്ടായിരുന്ന ദുശ്ശീലങ്ങളും ദുസ്വഭാവങ്ങളും തിന്മകളും മ്ലേച്ഛവൃത്തികളും, സംസാരങ്ങളാകട്ടെ പ്രവർത്തനങ്ങളാകട്ടെ എന്തുമാകട്ടെ, ഇതൊന്നും മല്ലം യദ, ഇതൊന്നും ഉപേക്ഷിക്കാൻ ഒരാൾ തയ്യാറല്ല. ഇതൊന്നും ഉപേക്ഷിക്കാതെ ഒരാൾ റമദാനിലേക്ക് പ്രവേശിച്ചു നോമ്പെടുക്കുകയാണ് എങ്കിൽ ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫി അൻ യദഅ തആമഹു വശറാബഹു, അവൻ കുറച്ചു നേരം ഭക്ഷണം ഉപേക്ഷിച്ചു അല്ലെങ്കിൽ വെള്ളം കുടിക്കുന്നത് ഉപേക്ഷിച്ചു എന്നതുകൊണ്ട്, അഥവാ കുറച്ചു നേരം അവൻ പട്ടിണി കിടന്നു, ദാഹം സഹിച്ചു എന്നതുകൊണ്ട് ദൈവത്തിന്, അള്ളാഹുവിന് ഒരാവശ്യവുമില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമായി പഠിപ്പിക്കുന്നത് കാണാം. അപ്പോൾ ബാഹ്യമായി നമ്മൾ കാണുന്ന അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കുക എന്നതല്ല നോമ്പ്, എന്നതല്ല പിന്നെ നോമ്പിന്റെ ഭാഗമായി അള്ളാഹു ഉദ്ദേശിക്കുന്ന തഖ്വ എന്നത് ഈ ഒരു ഹദീസിൽ നിന്ന് തന്നെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാം. നേരെ മറിച്ച് അതിനേക്കാൾ അപ്പുറത്ത് ഒരു മനുഷ്യന് അവൻ്റെ ഹൃദയത്തിലും അവൻ്റെ കർമ്മങ്ങളിലും അവൻ്റെ സ്വഭാവത്തിലും എല്ലാറ്റിലും അവൻ്റെ സ്വന്തം നഫ്സിൻ, സ്വന്തം ആത്മാവിനെയും ശരീരത്തെയും നിയന്ത്രിക്കുന്ന ഒരു ആത്മനിയന്ത്രണം സാധ്യമാക്കുക എന്നതാണ് നോമ്പ് കൊണ്ടുള്ള ഉദ്ദേശം. ഈ ഉദ്ദേശം ഇത് തന്നെയാണ് എന്ന് നോമ്പ് നിർബന്ധമാക്കുന്നു എന്ന് പറയുന്ന ആയത്തിൽ തന്നെ അള്ളാഹു സൂചിപ്പിക്കുന്നത് കാണാം. യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. അല്ലയോ വിശ്വാസികളെ, നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ജനസമൂഹങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ തന്നെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. എന്തിനു വേണ്ടി? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വ പാലിക്കുന്നവരാകാൻ വേണ്ടി എന്ന് വ്യക്തമായി തന്നെ അവിടെ അള്ളാഹു പരാമർശിക്കുകയും ചെയ്തത് കാണാം. അപ്പോൾ ആ ഒരു തഖ്വ നേടിയെടുക്കാനും ഒരു ആത്മനിയന്ത്രണം സാധ്യമാക്കാനും അതുപോലെ തന്നെ ദൈവിക കൽപ്പനകൾ ജീവിതത്തിൽ ഉൾക്കൊള്ളാനുമാണ് ഒരു വിശ്വാസി എന്ന നിലക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇസ്ലാം പഠിപ്പിക്കുന്ന ഈ ഒരു തഖ്വയുടെ അടിസ്ഥാനത്തിൽ ആ ദൈവത്തിൻ്റെ കൽപ്പനകൾ എത്ര കണ്ട് ജീവിതത്തിൽ പുലർത്തുന്നു, എത്ര കണ്ട് നിരാകരിക്കുന്നു, അത് ദൈവം വിലക്കിയത് എത്ര കണ്ട് ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് മനുഷ്യർക്കിടയിലുള്ള ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നത്. അല്ലാതെ മനുഷ്യന്മാർ സാധാരണഗതിയിൽ ഇന്ന് നമ്മുടെ സമൂഹത്തിലുള്ളതുപോലെ നിറത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മാനദണ്ഡങ്ങളുടെ പേരിൽ മനുഷ്യരെ അധസ്ഥിതനായി കാണാനോ അല്ലെങ്കിൽ ഒരു മേൽക്കോയ്മ ഏതെങ്കിലും ഒരു സമൂഹത്തിനോ ഏതെങ്കിലും ഒരു വ്യക്തിക്കോ കൽപ്പിച്ചു കൊടുക്കാനോ ഇസ്ലാം പഠിപ്പിക്കുന്നില്ല എന്ന് ചുരുക്കം. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, തീർച്ചയായും അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ബഹുമാനിക്കപ്പെടുന്നവൻ, ആദരണീയൻ, ഏറ്റവും കൂടുതൽ തഖ്വയുള്ളവനാണ്, ദൈവഭയമുള്ളവനാണ്, സ്വന്തം ജീവിതത്തിൽ ആത്മനിയന്ത്രണം സാധ്യമാക്കി ദൈവിക കൽപ്പനകൾ അനുസരിച്ച് സൂക്ഷ്മതയോടുകൂടി ജീവിച്ചവനാണ് എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹുജറാത്തിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.